ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് സ്റ്റോറി ബസ്. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്താ പറയുക, ടുഡേസ് ടോപ്പിക് ഇസ് അബൌട്ട് കെ എസ് ആർ ടി സിയിൽ ലേഡീസിന് സൗജന്യ യാത്രയൊക്കെ കൊണ്ടുവരാൻ പോവല്ലേ. അപ്പം അതിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിന് താഴെ ഒത്തിരി കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ലൈക്ക് ജെൻഡർ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ എന്താ ബോയ്സ് ഒന്നും കൊടുക്കുന്നില്ലേ. യാ, അത് അവരുടെ ഒരു വെറൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രീസിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെവലപ്പിംഗ് കൺട്രി. ഓക്കെ, നമ്മളൊരു സ്റ്റിൽ ടോട്ടൽ ഡെവലപ്മെന്റിലോട്ട് ഒന്നും എത്തിയിട്ടില്ല. സ്ത്രീകൾക്ക് നൈറ്റിൽ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ സിറ്റീസിലൊന്നും നെവർ പോസിബിൾ അല്ല. എത്ര ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോഴും നടപടി വന്ന കാര്യമല്ല. മേജർ സിറ്റീസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും. ബട്ട് ചെറിയ സിറ്റീസിലൊന്നും രാത്രികാലങ്ങളിലൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതിന് പല കാര്യങ്ങളും ഉള്ള ഒരു കൺട്രി തന്നെയാണ്. ആളുകളുടെ ആറ്റിറ്റ്യൂഡും ഡിഫറെന്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു കൺട്രിയാണ് സ്റ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കെ എസ് ആർ ടി സിയിൽ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്ന സമയത്ത് ലേഡീസിന് എത്രത്തോളം അത് അഡ്വാൻറ്റേജസ് ആണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, ഇന്നും വർക്കിംഗ് കാറ്റഗറിയിലെ ചില ഫീൽഡിലൊക്കെ, ചില ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീൽഡിലൊക്കെ ലേഡീസ് ആൻഡ് ജെന്റ്സ് ആർ ഈക്വലി പെയ്ഡ്. ബട്ട് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അധികം എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു കാറ്റഗറി ഉള്ള ആളുകൾക്കിടയിലാണെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾ പോകുന്ന ജോലിക്ക് ചിലപ്പോൾ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു സാലറി ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് ഒരുപാട് പേഴ്സണലി അറിയുന്ന ഒത്തിരി പേർക്ക് ദേ ആർ ഗെറ്റിംഗ് 12,000, ദേ ആർ ഗെറ്റിംഗ് 14,000, ആ റേഞ്ചിലൊക്കെയാണ് പലരുടെയും സാലറി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മേജർ എക്സ്പെൻസ് മേ ബി ദേ ആർ പേയിങ് 100 ഇൻ എ ഡേ ഫോർ ദ ട്രാവൽ എക്സ്പെൻസസ്. ചിലർക്ക് ഇപ്പൊ കാറിലൊക്കെ പോകുന്നവര് അല്ലെങ്കിൽ എ സി ബെൻസിലൊക്കെ പോകുന്നവരൊന്നും യൂഷ്വലി കെ എസ് ആർ ടി സി ഒന്നും ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഇനി ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അധികം ആളുകൾ എന്ന് പറയുന്നത് ദേ കം ഫ്രം മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ ഈ ഡെയിലി 100 രൂപ എക്സ്പെൻസ് വരുന്നതിന് അത് നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു. ബിക്കോസ് അത് മന്ത്ലി ആവുന്ന സമയത്ത് അതൊരു 3,000 റുപ്പീസ് ആണ്. ഈ 12,000 അല്ലെങ്കിൽ 15,000 സാലറിക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 3,000 അവർക്ക് സേവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അവർക്ക് ബാക്കി ഈവൻ വീട്ടിലെ ചെലവുകൾ നടത്താനായിരിക്കും ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ എക്സ്പെൻസ് ലേഡീസ് അതിനൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ അവർ കൺസിഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം ഡെയിലി ഇത്ര രൂപയെന്ന് ഒരു എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലിയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൂടുതലും ഈ ലേഡീസ് ജോലിക്ക് പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫാമിലിനെ നോക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഹ്യൂമൻ സേഫ്റ്റി എന്ന് പറയുന്നതും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഈവൻ നൈറ്റ് ടൈം ഒക്കെ ആണെങ്കിലും ഒരു പ്രൈവറ്റ് വെഹിക്കിൾ വിളിച്ച് പോകാമെന്ന് പറയുന്നത് ഭയങ്കര അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. സോ ഡെഫിനറ്റ്ലി ലേഡീസ് അതിൽ മോർ സേഫ് ആണ്. ഇങ്ങനെയൊക്കെ കുറേ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ കൂടുതൽ ലേഡീസ് നൈറ്റ് ഒക്കെ ആണെങ്കിലും ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടും. കാരണം ഓൾറെഡി സേഫ് ആണ്, പിന്നെ അതാണെങ്കിൽ ക്യാഷ് ഫ്രീയും കൂടിയാണ്. അപ്പോൾ കുറച്ചും കൂടെ പേര് അതിൽ ഇൻട്രസ്റ്റഡ് ആകും. അങ്ങനെയും കൂടെ ഇതിന് നമുക്ക് ഒരു ട്രാവൽ ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം വുമൻ്റെ ഒരു നൈറ്റ് ടൈം സഞ്ചാരമൊക്കെ ഇതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്.